ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ ആളുള്ളത് അതിനനുസരിച്ച് തരിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വറക്കാത്തതോ വറുത്തതോ, ഇത് വറക്കാത്ത തരിയാണ്, അത് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ആണ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മറന്നു പോകരുത്, നമ്മൾ ആദ്യം ഇതൊന്ന് വെള്ളത്തിൽ കൂടുതൽ സമയമൊന്നും വേണ്ട, ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല ടേസ്റ്റി ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പിന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പും പിന്നെ ഞാനിവിടെ 2-3 കാശ്മീരി വറ്റൽമുളകാണ് എടുത്തത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ സാദാ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കളറൊന്നും മാറി വരണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ നമുക്കിനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള എങ്ങനെ കട്ട് ചെയ്താലും സാരമില്ല, പിന്നെ ഒരു തക്കാളി, നമ്മളിത് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കും. പിന്നെ ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിക്ക് പുളി ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് പുളിയും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സവാളയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി വേറൊരു പ്ലേറ്റിലിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്താൽ ചട്നിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൈയളവിന് ഒരു 2 പിടി തേങ്ങ എടുത്താൽ മതി. ഇനി നമ്മൾ വഴറ്റി വെച്ച ഈ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ലൂസ് ആയ പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിച്ചൊഴിച്ചാലും അങ്ങനെ കഴിക്കാം. അല്ലാതെ ഇങ്ങനെ വേണമെങ്കിൽ 2 രീതിയിലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ചട്നിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കാശ്മീരി വറ്റൽമുളക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് 1.5 കക്കിരിയാണ്. അപ്പോൾ ഈ ഒരു അളവിന് ഇത്ര കക്കിരി മതിയാവും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഈ വറ്റൽമുളകും പിന്നെ ഈ കക്കിരിയും കൂടി വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കക്കിരിയിൽ ആവശ്യത്തിന് നല്ല വെള്ളമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല.
അപ്പോൾ ഇനി നമ്മൾ സോഫ്റ്റാൻ വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത് ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഫൈനായിട്ട് ഇനി ഇത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ കക്കിരിക്കയുടെ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ കുറച്ച് മിക്സി ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കണ്ടില്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരി കുതിർക്കുകയും വേണ്ട, പെട്ടെന്ന് ഓരോരോ ദിവസം എല്ലാം ഒരുപോലെ ആതെ ഇതുപോലെ വെറൈറ്റി പെട്ടെന്നുണ്ടാകുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്നതിന് ഇതൊന്നുമില്ല, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ദോശ ചുടുന്നത് എല്ലാവർക്കും അറിയാം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ചുറ്റിക്കുക, മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. പക്ഷേങ്കിൽ ഇത് ക്രിസ്പി ദോശയല്ല, നല്ല സോഫ്റ്റ് ദോശയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ദോശ റെസിപ്പിയാണ്. ചൂടോടെ കഴിക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് രാവിലെ മക്കൾ സ്കൂളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ചട്നി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായ ഒരു ചട്നി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.